Salute. Up. Parade ready for inspection, sir. നാടിന്റെ ഭാവിയിലേക്കുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ തിളക്കമാർന്ന വിജയവും സയൻസ് ഓഫ് എക്സാം എല്ലാ ക്ലാസ്സിലും പുതിയ ക്ലാസ് റൂം കിട്ടി അതനുസരിച്ച രീതിയിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ നമ്മുടെ പഠനം കൊമേഴ്സ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രോച്ച് നമ്മൾ ഏയില്ല ഉപയോഗിച്ച് നമ്മുടെ സർവീസിന് എന്തെങ്കിലും മാറ്റം ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക്. അപ്പോൾ ഇത് ഉയർന്നു വന്നൊരു ചോദ്യമാണ്. ഇന്നൊക്കെ കാലം ലോകം കടന്നുപോയി. ഇന്ന് AI-യുടെ കാലഘട്ടമാണ്. നമ്മളുടെ അടുത്ത അക്കാഡമിക് തൊട്ട് നമ്മുടെ കുട്ടികൾക്ക് AI നിങ്ങൾ പുതിയ തലമുറയാണ്. ഈ കാലഘട്ടത്തിന്റെ മാറ്റം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ സെൻസി പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പഠന രംഗത്ത് ആ നല്ല മികവ് പുലർത്താം. ഒരു പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അത് ഇനോഗ്രേഷൻ ചെയ്തത്. നമുക്കറിയാം, ഒരു ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ച് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കെട്ടിടം നിർബന്ധമുള്ള ഒരാവശ്യമാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ സ്ഥാപനം അന്നന്ന് വളർന്നു വരികയാണ്. ഒരു വിദ്യാലയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടിടത്തിൽ മാത്രമല്ല, അവിടെയുള്ള വിദ്യാർത്ഥികൾ പുറത്തുപോയി സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുമ്പോഴാണ് അതിൻ്റെ മഹത്വം ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിച്ച് വളർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിവിധ മേഖലകളിൽ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. കൂടാതെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിലെ തന്നെ ഒരുപാട് മികച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ആയ ഐസർ, IIC, അതേപോലെ IIT, എയിംസ് തുടങ്ങിയ വിദ്യാലയത്തിൻ്റെ അഭിമാനപാത്രമായി ഈ വിദ്യാലയത്തിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിദ്യാലയം പൂർത്തിയാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച കാണിച്ചുകൊണ്ട് നീറ്റ് പരീക്ഷയിൽ 5ാം റാങ്കിലേക്ക് എത്തിച്ചയാതനായ നിദ ഫാത്തിമ, ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കൾ, അധ്യാപകന്മാർ,
വിദ്യാർത്ഥികൾ അതേപോലെ ഇന്നിവരെ ആദരിക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ PKM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗത്തിലെ പുതിയ ബ്ലോക്കിനാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാർ നിർവഹിക്കുന്നത്. അതുകൂടാതെ വിജയോത്സവത്തിൻ്റെ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം സലാം കെയുടെ നേതൃത്വത്തിൽ ഒരു ഹൈടെക്കായി മാറ്റുക എന്നത് അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാലയമായി ഈ ഹയർ സെക്കൻഡറി സ്കൂൾ മാറാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഈ പ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ പുതിയ ബാച്ചുകൾ കൊടുത്തിരുന്നില്ല. പക്ഷെ അടുത്ത വർഷം എന്തായാലും കണ്ണൂർ ജില്ലയിലും പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യ പരിഗണന എന്ന് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ ബാച്ചുകൾ കൊടുക്കാനുള്ള ഇത് മന്ത്രിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയാണ്. കാരണം അത്രയ്ക്കും വിദ്യാർത്ഥികൾ ഒരു അനുദിനം വർദ്ധിക്കുന്ന ഒരു വിദ്യാലയമായി ഈ PKM ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അധ്യാപകരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും PTA കൂട്ടായ്മ ഭാഗമായിട്ടും ഈ മേഖലയിലെ വിദ്യാർത്ഥികളെ ഉന്നതിയിലെത്തിക്കുക എന്ന സ്കൂളിന്റെ ചരിത്ര മുഹൂർത്തത്തിലാണ് നാം സാക്ഷിയാകുന്നത്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, പഠനരംഗത്തും പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്ന, അതോടൊപ്പം നല്ല അച്ചടക്കവും നല്ല വിജയശതമാനവും ഒക്കെയുള്ള ഒരു വിദ്യാലയമാണ് പൊട്ടങ്കണ്ടി ഫാമിലി നടത്തുന്ന വിദ്യാലയമാണ്. അവരുടെ പിതാവിൻ്റെ സ്മരണയ്ക്ക് സ്ഥാപിച്ച വിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിന് തുടക്കം കുറിക്കുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന, ദീർഘകാലം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബാണെന്നും ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു. കേരളത്തിൻ്റെ പല ഗ്രാമങ്ങളിലും വിദ്യാലയമില്ലാത്ത കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചതും അതിനെ വളരെ ശ്രദ്ധയോടെ പരിലാളിച്ചതും CH മുഹമ്മദ് കോയ സാഹിബായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് പരിഷ്കാരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മഹാനുഭാവനെയും ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ സ്കൂളിലെ കൂടുതൽ വിജയം നേടിയ, നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്ന നിങ്ങളുടെ ഈ വർഷത്തെ വിജയോത്സവമാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും ആ വിജയത്തിന് മാറ്റുകൂട്ടുന്നത് നിങ്ങളുടെ ഒരു വിദ്യാർത്ഥിനി ഇവിടെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയൊക്കെ പൂർത്തിയാക്കിയ നിത ഒരു ഗംഭീര വിജയം നേടിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതൊരു അപൂർവ ബഹുമതിയാണ്. ആ കുട്ടിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നിത, നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയാവണം. നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പൊതുവിദ്യാലയത്തിൽ പഠിച്ച് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇന്നത്തെ കാലത്ത് നീറ്റ് പരീക്ഷയൊക്കെ പ്രയാസങ്ങളിലൊന്നും പെടാതെ ജയിച്ചു വരിക എന്ന് പറഞ്ഞു. അങ്ങനെ നല്ല ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഫോളോ ചെയ്യാവുന്ന ഒരു മാതൃകയാണ്. ഉന്നത വിജയം നേടിയ മറ്റു കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പുതുതായൊരു ബ്ലോക്ക് മാനേജ്മെൻറ്റ് സ്കൂളിലെ കുട്ടികൾ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. നമ്മളെല്ലാവരും ചേർന്ന് സന്തോഷപൂർവ്വം ആ കെട്ടിടവും ഈ നാടിന് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു.
അപ്പോൾ ഇതൊക്കെ ഈ വിദ്യാലയത്തിൻ്റെ 2 നിലക്കുള്ള പുരോഗതിയാണ്. ഒന്ന് ഭൗതികമായ പുരോഗതി, സ്ഥലം വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം ഇവിടുത്തെ കുട്ടികളുടെ പഠന മികവ് അത് വികസിച്ച് വരിക. കൂടുതൽ A+കാരുണ്ടാകുന്നു, ഹയർ സെക്കൻഡറിക്ക് കൂടുതൽ വിജയമുണ്ടാകുന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് നേട്ടങ്ങളും കൈവരിക്കപ്പെടുന്നു. അപ്പോൾ അതൊക്കെ ഒരു വിദ്യാഭ്യാസ വികാസമാണ് ഈ സ്കൂളിൻ്റെ. രണ്ടും ഒരുമിച്ചുണ്ടാകുക എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിൻ്റെ വിജയം. സൗകര്യങ്ങളില്ലാതെ വളരെ പരിമിതിയിൽ കിടന്ന് ഉഴലുമ്പോൾ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല. എന്നാൽ എല്ലാ സൗകര്യങ്ങളും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കുട്ടികളുടെ കാലിബർ, കപ്പാസിറ്റി, അവരുടെ പഠിക്കാനുള്ള കഴിവ്, ഇതും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ രണ്ടും ഒരേ സമയം വളർത്തിക്കൊണ്ടുവരുന്നതിൽ സലാം സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റും ഇവിടുത്തെ അധ്യാപകരും വിജയിച്ചിരിക്കുന്നു, PTA-യും വിജയിച്ചിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഞാൻ ഈ സമയത്ത് ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. A+കാരോട് അവരെ അനുമോദിക്കുന്ന ചടങ്ങാണല്ലോ. നിങ്ങളൊരു കാര്യം തെളിയിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് കഴിയും. ഏത് പരീക്ഷയും ജയിക്കാനുള്ള കഴിവ് നിങ്ങളിലുണ്ട്. അപ്പോൾ ആ കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ നിങ്ങളുടെ മേഖലകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. രക്ഷിതാക്കളുണ്ട്, നമ്മളവരെ നിർബന്ധിക്കണം. കുട്ടിയുടെ മനോഭാവവും അഭിരുചിയുമാണ് പ്രധാനം. അവൾക്ക്, അവന് എവിടെ എത്തണം എന്ന് അവർ തീരുമാനിക്കണം. അതിൻ്റെ ഗുണദോഷങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ ഫൈനലി അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ എവിടെ എത്തണം, ഞാൻ ഏത് മേഖലയിലെത്തിയാൽ ശോഭിക്കും എന്ന് ഒരു കുട്ടിക്ക് അറിയുന്നത് പോലെ ആ കുട്ടിയെക്കുറിച്ച് മറ്റൊരാൾക്ക് അസസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനനുസരിച്ച് അവർ പഠിക്കട്ടെ. നിങ്ങൾ വ്യത്യസ്ത മേഖലകൾ തിരഞ്ഞെടുത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ സയൻസിൻ്റെ വഴിയെ, അതിൽ തന്നെ മാത്സും ബയോളജിയും, കൊമേഴ്സിൻ്റെ വഴിയെ, ഹ്യൂമാനിറ്റീസിൻ്റെ വഴിയെ ഒക്കെ യാത്ര തുടങ്ങുകയാണ്. ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യും. സയൻസ് ആണെങ്കിൽ തന്നെ കെമിസ്ട്രിയും ഫിസിക്സും സുവോളജിയും ബയോളജിയും ബയോ കെമിസ്ട്രിയും ഒക്കെ ആയിട്ട് ഇന്ന് ധാരാളം പുതിയ സബ്ജക്റ്റുകളും വന്നിട്ടുണ്ട്. ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്തില്ലാത്ത നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും ഒക്കെ ആയിട്ട് പുതിയ ഒരുപാട് സബ്ജക്റ്റുകൾ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇതൊന്നും അക്കാലത്തില്ല. അപ്പോൾ അങ്ങനെ ധാരാളം സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം ഞാനൊരു ക്ലാസ്സിൽ ഉദ്ഘാടനം ചെയ്തൊരു ക്ലാസ്സിൽ കയറിയപ്പോൾ അവിടെ ഒരു കുട്ടി ചോദിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി സിലബസിൻ്റെ ഭാഗമാക്കുമോ എന്നാണ്. ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ പുരോഗതിയുടെ പിന്നാലെ പതുക്കെ നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ നടന്നാൽ പലപ്പോഴും നമ്മൾ വളരെ പിറകിലായിപ്പോകും. നമ്മളെപ്പോഴും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന കാലത്ത് അതും സിലബസിൻ്റെ ഭാഗമാവണം. നിരവധി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായും അടുത്ത അധ്യയന വർഷങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി നമ്മളുടെ കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം ലോകവും കാലവും വലിയ പുരോഗതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്കും സഞ്ചരിക്കാൻ സാധിക്കണം. ഇവിടെ ഫുൾ A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥിനികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ നല്ല കഴിവുള്ള കുട്ടികളാണ്. ആ കഴിവ് പ്രയോജനപ്പെടുത്തി മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നിങ്ങൾ തീരുമാനിക്കുക. അതിലേക്ക് ജാഗ്രതയോടെ, ശ്രദ്ധയോടെ ഉള്ള യാത്ര, പഠനയാത്ര നടത്തുക. അങ്ങനെ നിങ്ങൾ വിജയികളായി തീരുക. അതിന് ജഗദീശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, അതോടൊപ്പം ഈ പുതിയ കെട്ടിടത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ഫെമിന എന്നെ അടുത്തതായി സെക്രട്ടറി അഡ്മിഷൻ കൂടി സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഫാത്തിമ അബ്ദുൽ മജീദ്, ഫാത്തിമ അബ്ദുൽ മജീദ്, മൗലാ സുബൈർ, മിസ് ഹാദിയ ലിസ്ന ഫാദിയ ഹനിയ ഇസ്മായിൽ ഫർഹാൻ മഹമൂദ് സഫിയ ബിബി ജൂനിയർ ടീം തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ബി റസീൽ ബി ഫാത്തിമ അബ്ദുൽ അസീസ് മികച്ച വിജയം നേടിയ മലയാളം റോസ് സംസ്കൃതം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് സബിയ നരീമ നമ്മുടെ സ്കൂളിലെ മിടുക്കരായ മിടുക്കികളും മിടുക്കൻ +1 പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ നാജിയ റാനിയ, നൂറ അബ്ദുല്ല, നൂറ നാജിയ, ഫിദ ഫാത്തിമ, റിയ ഫാത്തിമ കെ, മുഹമ്മദ് ഇർഷാദ്, ഫാത്തിമ എൻ, ദലാൽ മുഹമ്മദ് സലാം. വിദ്യാലയമായ കടവത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിൽ, ഈ വിദ്യാലയത്തിൽ നിന്ന് വളർന്ന്
എൻ്റെ എല്ലാ പ്രവർത്തനങ്ങള മേഖലകളിലേക്കും എത്താനുള്ള അവസരമൊരുക്കിയ ഒരു വിദ്യാലയം എന്ന നിലയിൽ ഈ വിദ്യാലയത്തിൻ്റെ ഒരുപാട് പരിപാടികൾ PKM ഹയർ സെക്കൻഡറി സ്കൂൾ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം, വിദ്യാർത്ഥികളെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, ഇവിടെ നിന്ന് കഴിഞ്ഞുപോയ വിദ്യാർത്ഥികൾക്ക് നീറ്റിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ തുടങ്ങി നിരവധി ചടങ്ങുകൾ, സ്കോളർഷിപ്പ് വിതരണം ഉൾപ്പെടെയുള്ള നിരവധി ചടങ്ങുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പരിപാടികൾക്കും തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സമയമേറെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ആശംസ ഞാൻ തന്നെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. PKM ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും അതിലേറെ സന്തോഷവും തോന്നുന്ന ഒരു മുഹൂർത്തമാണ് ഇന്ന്. നമ്മുടെ +2വിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് M. ഷംസുദ്ദീൻ നിർവഹിച്ചത്. നമുക്കറിയാം, പാഠ്യേതര വിഷയങ്ങളിൽ മികവിൽ നിന്ന് മികവിലേക്ക് പോകുന്ന ഈ സ്കൂൾ അതിൻ്റെ ഏറ്റവും തെളിവായിരുന്നു കുറച്ച് മുന്നേ മന്ത്രിയിൽ നിന്നും മൊമെൻ്റ് സ്വീകരിച്ച പ്രിയപ്പെട്ട നിദ ഫാത്തിമ അഖിലേന്ത്യാ തലത്തിൽ 230 സ്ഥാനവും, അതേപോലെ തന്നെ സംസ്ഥാന തലത്തിൽ 5ാം റാങ്ക് കരസ്ഥമാക്കിയ നിദ ഫാത്തിമ ഈ സ്കൂളിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് മേലിലും തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരും സഹകരണങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരാശംസാ പ്രസംഗത്തിന് ഇവിടെ വലിയ പ്രാധാന്യമില്ല എന്ന് എനിക്ക് അറിയാം. എന്നിരുന്നാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എന്തായാലും PKMൻ്റെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് നമ്മളെല്ലാവരും ഇവിടെ സാക്ഷിയായിരിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മികവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ നമുക്ക് അതിഥിയായി വന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏതായാലും ഈ ചടങ്ങിൽ എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. യോഗാധ്യക്ഷൻ, അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ പുതിയ +2 ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും പലവിധങ്ങളായ ഉന്നത വിജയം